കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ സ്വന്തം എഞ്ചിനീയറിംഗ് കോളേജ്. അതെ, കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും മികച്ചതുമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിന്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. വെൽക്കം ടു കീം നാവിഗേറ്റർ ബൈ എംസിപ്ന ഗോകുലം. ലെറ്റ്സ് ഗോ. ഞാൻ ഗ്രീഷ്മ തോമസ്, സിവിൽ തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. നമ്മുടെ കോളേജിൽ ടോട്ടൽ 8 ബിടെക് പ്രോഗ്രാംസും ഒരു ആർക്കിടെക്ചറൽ പ്രോഗ്രാമുമാണ് ഉള്ളത്. അതിൽ തന്നെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, പ്രൊഡക്ഷൻ, CS, ഇലക്ട്രോണിക്സ്, CPS ആണുള്ളത്. അതിൽ തന്നെ പ്രൊഡക്ഷനും CPS നമ്മുടെ കോളേജിൽ മാത്രമേ കറൻ്റ്ലി ഉള്ളൂ. ഇവിടെ CPS എന്ന് പറഞ്ഞാൽ സൈബർ ഫിസിക്കൽ സിസ്റ്റമാണ്. നമ്മുടെ CPS, പ്രൊഡക്ഷൻ, CS ഇതിൽ 70 ടോട്ടൽ സ്ട്രെങ്തും ബാക്കി എല്ലായിടത്തും 140 ടോട്ടൽ സ്ട്രെങ്ത് വരുന്നത്. പിന്നെ നമ്മുടെ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 8:30 തൊട്ട് 5:30 വരെയാണ്. അതിൽ ക്ലാസ് ടൈംസ് 9 to 4 ആണ്. ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലിയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അക്കാഡമിക്സ് വരെയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആണ്. നല്ല ഫ്രീയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഹായ് ഓൾ, എൻ്റെ പേര് ഫെലിക്സ് പുതുമന. ഞാനിവിടെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കോളേജിലെ ക്ലബ്ബുകളെ കുറിച്ച് പറയുമ്പോൾ മെയിൻലി ടെക്നിക്കലായിട്ടുള്ള ക്ലബ്ബുകളും പിന്നെ കൾച്ചറൽ പിന്നെ സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ക്ലബ്ബുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ ക്ലബ്ബുകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് IST, പിന്നെ IEDC, ഐഡിയേറ്റർ, ASME, SI അങ്ങനെ നിരവധിയാർന്ന ക്ലബ്ബുകളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കൾച്ചറൽ ക്ലബ്ബുകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഫാഷൻ ഷോ ടീമുണ്ട്, പിന്നെ നമ്മുടെ മ്യൂസിക്കൽ ക്ലബ്ബായ ബാൻസുരി, പിന്നെ ഡാൻസിൽ ഫോക്കസ് ചെയ്യുന്ന DHD ഒക്കെയാണുള്ളത്. പിന്നെ നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റി ടീം എന്ന് പറയുമ്പോൾ ക്ലബ്ബുള്ളത് NSS ക്ലബ്ബുണ്ട്, പിന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒയാസിസ് ക്ലബ്ബൊക്കെയാണുള്ളത് ഇവിടെ. പ്രൊജക്റ്റ് മെയിൻലി എൻകറേജ് ചെയ്യുന്ന ക്ലബ്ബുകളാണ്. ഇപ്പോൾ IST ആണെങ്കിലും ഇപ്പോൾ ഐഡിയേറ്റർ അതുപോലത്തെ IEDC ഇതുപോലത്തെ ക്ലബ്ബുകളെല്ലാം. ഇപ്പോൾ IEDC പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്സിനെയൊക്കെ കൂടുതലും എൻകറേജ് ചെയ്യുന്ന ടൈപ്പ് ക്ലബ്ബാണ്. ISTസും IST, IEDC, ഐഡിയേറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ ഐഡിയ ഒക്കെ പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ട ഹെൽപ്പുകളും ടെക്നിക്കൽ അല്ലാണ്ട് എല്ലാ ഹെൽപ്പുകളും അവർ ചെയ്യും. എൻ്റെ പേര് ഷെൽവിൻ. ഞാൻ തേർഡ് ഇയർ സിവിൽ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മുടെ കോളേജിന് ഒരു MH ഉം ഒരു LH ഉം വരുന്നുണ്ട്. MH ആയാലും LH ആയാലും 5 ബ്ലോക്സ് വീതമാണ് വരിക. MHൽ ഫസ്റ്റ് ഇയേഴ്സിൽ ഒരു റൂമിൽ 4 പേരെ വെച്ചിട്ടാണ് അക്കോമഡേഷൻ വരിക. പിന്നെ ഹയർ ഇയേഴ്സിലോട്ട് വരുമ്പോൾ ഒരു റൂമിൽ 2 പേര് വെച്ചായിരിക്കും. LHലാണെങ്കിൽ എല്ലാ ഇയേഴ്സിനും ഒന്നെങ്കിൽ 3 or 4 പേഴ്സൺ വീതമാണ് ഒരു റൂമിൽ വരിക. ഫുഡ് പറയുകയാണെങ്കിൽ നോൺ വെജും വെജും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നല്ല മെനു ആണ് വരിക. പിന്നെ ഓൾമോസ്റ്റ് 80 rupees പെർ ഡേ ആണ് 2 മെസ്സിലും റേറ്റ് വരിക. പിന്നെ കോളേജ് സറൗണ്ടിങ്സിൽ തന്നെ ഒരുപാടധികം PGസും പ്രൈവറ്റ് ഹോസ്റ്റൽസും വരാറുണ്ട്. അഡ്മിഷൻ ടൈമിൽ സീനിയേഴ്സും യൂണിയൻ മെമ്പേഴ്സും എല്ലാവരും സഹായിച്ച് നമുക്ക് തന്നെ അഡ്മിഷൻ സഹായിക്കാറുണ്ട്. MHലേക്ക് LHലോട്ടും ഉള്ള അഡ്മിഷൻ പ്രൊസീജിയർ വരിക കോളേജ് സൈറ്റിലോട്ട് വഴിയാണ്. അതിലുള്ള മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻകവും
അതോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് ആയിരിക്കും. 70-30% റേഷ്യോയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. കൂടുതൽ പ്രിഫറൻസ് വരിക ആനുവൽ ഇൻകത്തിനായിരിക്കും. ഹോസ്റ്റൽ കർഫ്യൂ നൈറ്റ് 9:30 വരെയാണ് കർഫ്യൂ വരിക. LH ആയാലും MH ആയാലും രണ്ടുപേർക്കും കർഫ്യൂ ടൈം വരുന്നത് 9:30 തന്നെയാണ്. കോളേജ് ക്യാൻറ്റീനിലാണെങ്കിൽ ഫുഡ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡും ബഡ്ജറ്റ് റേറ്റിലാണ് കിട്ടുക. പിന്നെ കോളേജ് സൊസൈറ്റി സ്റ്റോർ വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ കോളേജിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടുന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. GECയിലെ സ്പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ക്യാമ്പസാണ്. ഈ സോൺ, ഇൻ്റർ സോൺ, യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സ് വരെ ഇവിടെ ഉണ്ട്. കോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോക്കി ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, മെയിൻ ഗ്രൗണ്ട്, ബാഡ്മിൻ്റൺ കോർട്ട് എന്നിങ്ങനെയാണ് ഉള്ളത്. അവിടെ തന്നെയാണ് പ്രാക്ടീസും മാച്ചും നടക്കുന്നത്. പിന്നെ നമുക്ക് 2 ഫ്ലോർ ജിംനേഷ്യം ഉണ്ട്. അവിടെ നമുക്ക് ടെന്നീസ് കോർട്ടും ഉണ്ട്. ജിമ്മിന് ടൈം പറയുകയാണെങ്കിൽ രാവിലെ 9 to 8 മണി വരെയാണ് ഉള്ളത്. പിന്നെ ഒരുപാട് സ്പോർട്സ് ലീഗുകൾ നടക്കാറുണ്ട്. GPL, GSL പോലുള്ള കുറേ ഗെയിംസ് ഉണ്ടാവാറുണ്ട് ഇവിടെ. നമ്മുടെ കോളേജിൽ ആക്റ്റീവായിട്ട് നടക്കാറുള്ള ഫെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ജൂനിയേഴ്സ് ഇപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഫ്രഷേഴ്സ് ഫെസ്റ്റ് ആയ ആകൃതി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കോളേജ് കലോത്സവമായ ഉറയ്ക്ക നടക്കും. ഉറയ്ക്കയുടെ പുറകെ തന്നെ പിന്നെ കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് ആയ ദ്യുതി. ഇപ്പോൾ ലാസ്റ്റ് ഇയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രദീപ് കുമാർ, സ്ട്രീറ്റ് അക്കാഡമിക്സ്, പിന്നെ മസാല കോഫിയൊക്കെയാണ് വന്നത്. അപ്പോൾ ഈ പ്രദീപ് കുമാറിൻ്റെയൊക്കെ ഫസ്റ്റത്തെ കേരളത്തിലെ ആദ്യത്തെ പ്രോ ഷോ ഒക്കെ നമ്മുടെ കോളേജിൽ വെച്ചാണ് നടന്നത്. പിന്നെ അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കോളേജിൽ ഓണം, പിന്നെ ഇഫ്താർ, അതുപോലെ എല്ലാം ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ക്യാമ്പസാണ് നമ്മുടെ. പിന്നെ അത് കഴിഞ്ഞ് ടെക്നിക്കൽ ഇവൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ IST ആണെങ്കിൽ ക്രാന്തി നടത്താറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സിവിലിലെ ക്ലബ്ബായ ICI അവർ കോൺസെർട്ട് നടത്തും. പിന്നെ EEE ഡിപ്പാർട്ട്മെൻറ്റ് ഫേസർ, അതുപോലെ എല്ലാം ഇങ്ങനെ ടെക്നിക്കലായിട്ടും വളരെ ആക്റ്റീവായിട്ട് ഇവൻറ്റ്സ് നടത്തുന്ന ഒരു കോളേജാണിത്. TMS തൃശ്ശൂർ മോട്ടോർ ഷോ, അതൊക്കെ നമ്മുടെ കോളേജിലെ ഐക്കോണിക് ഇവൻറ്റ്സ് ആണ്. സോ ഇതാണ് നമ്മുടെ SA ഗരാജ്. SA GC ചാപ്റ്ററിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗരാജാണ് ഇത്. ഇവിടെ നമ്മൾ സ്റ്റുഡൻസ് തന്നെ ഓരോരോ വെഹിക്കിൾസ് ഉണ്ടാക്കിയിട്ട് അത് ഓരോ നാഷണൽ ലെവൽ ഇവൻറ്റ്സിൽ കമ്പീറ്റ് ചെയ്ത് നമ്മൾ ജയിക്കാറുണ്ട് കുറേ പ്രൈസസ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് വരുന്നത് 3 ബാഹ വെഹിക്കിൾസ് ഉണ്ട്, ഓഫ് റോഡ് വെഹിക്കിൾസ് ഉണ്ട്, ഒരു ഫോർമുല കാർ ഉണ്ട്, 2 ഗോ കാർട്ട്സ് ഉണ്ട്, CV ഉണ്ട്, EV ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂട്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ 3 ടൈപ്പ് ഡ്രോൺസും നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്ന ഞങ്ങളുടെ ഫാക്കൽറ്റി അഡ്വൈസറിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ ഗരാജ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് തന്നെയാണ് ഈ വണ്ടികളെല്ലാം ബിൽഡ് ചെയ്യുന്നത് ഫ്രം സ്ക്രാച്ച്. ഇവിടെ നമ്മുടെ എബാഹ കഴിഞ്ഞ വർഷം പോയിട്ട് എയർ 2 അടിച്ചായിരുന്നു, ഓൾ ഇന്ത്യ റാങ്ക് 2 അടിച്ചായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ എംബാഹ പോയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 9 അടിച്ചായിരുന്നു. ഗോകാർട്ട്, CV ആൻഡ് EV എയർ 4 അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം. സ്കൂട്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ 2 വർഷം എയർ 1 ആയിരുന്നു. ലൈബ്രറിയുടെ ഓപ്പൺ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9 to 5 ആണ്. അതിൽ തന്നെ നമുക്ക് ലൈബ്രറിയിൽ ഒരു വലിയ സ്റ്റഡി ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ അക്കാഡമിക് ബ്ലോക്കിലും സ്റ്റഡി ഏരിയാസ് ഉണ്ട്.
ഹായ് ഓൾ, എൻ്റെ പേര് റൈറ്റ്സ് റോഡ്നി. ഞാൻ തേർഡ് ഇയർ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ നൈറ്റ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ അടിപൊളി കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ ഓപ്പോസിറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ നമ്മുടെ കോളേജിൽ തൊട്ടടുത്ത് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് അറിയാം, ഏകദേശം 6 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൗണ്ടിൻ്റെ അടുത്തും വെസ്റ്റ് ഫോർട്ട്, ഈസ്റ്റ് ഫോർട്ടിൽ അവിടെയൊക്കെ അടിപൊളി ഫുഡ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. കോളേജ് മൊത്തത്തിൽ ഫുഡ് തൃശ്ശൂർ നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ അത്യാവശ്യം ഫുഡിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് സ്വിഗ്ഗിയും സൊമാറ്റോ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതിപ്പോൾ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ആയാലും സൊമാറ്റോയും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ കോളേജിൽ തൊട്ടടുത്തുള്ള ഹോസ്റ്റലുകളാണെങ്കിൽ പോലും നമുക്ക് സ്വിഗ്ഗി ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും. നമ്മുടെ തൊട്ട് ഏകദേശം ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ മേളിൽ കടകളിലൊക്കെ തന്നെ സ്വിഗ്ഗി ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നതാണ് കോളേജിൽ തന്നെ. നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 25 കിലോമീറ്റർ റേഡിയസിൽ തന്നെ നമുക്ക് ബീച്ചുകളാണെങ്കിൽ ഓഹോ ബീച്ച്, സ്നേഹതീരം, ചാവക്കാട് ബീച്ച്, പിന്നെ അതുപോലെ വ്യൂ പോയിൻ്റ് ആണെങ്കിൽ ആനപ്പാറ, ചെപ്പാറ, അതുപോലെ നല്ല വട്ടായി വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തൊട്ട് നമ്മുടെ കോളേജ് ഏകദേശം സെൻറ്ററിലാണ്. അത്യാവശ്യം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ കോളേജിൽ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. നമ്മുടെ കോളേജിന്റെ അലുമിനി ബാക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ 20,000-ൽ പരം അലുമിനീസ് ഉള്ള ഒരു കോളേജാണിത്. പിന്നെ നമ്മുടെ മുൻ ISRO ചെയർമാനായ ഡോക്ടർ കെ രാധാകൃഷ്ണനും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ വുമണായ ടെസി തോമസ് ഒക്കെ ഈ കോളേജിലെ അലുമിനിയാണ്. അങ്ങനെ വളരെയേറെ ഉന്നതങ്ങളിലെത്തിയ അലുമിനീസ് ഉള്ള ഒരു കോളേജാണിത്. അലുമിനി സെല്ല് ഉണ്ട്. അപ്പോൾ അലുമിനി സെല്ല് എന്ന് പറയുമ്പോൾ നമുക്ക് കോളേജ് എന്തെങ്കിലും പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു അലുമിനി സെല്ലാണ് നമ്മുടെ കോളേജിലുള്ളത്. അപ്പോൾ അലുമിനി കണക്ഷൻസ് വളരെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കോളേജും അത് നല്ല അലുമിനീസുമാണ് നമുക്കുള്ളത്. നമ്മുടെ കോളേജ് ലാബ് എന്ന് പറഞ്ഞാൽ നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ലാബുകളാണ്. അതുപോലെ തന്നെ ലാബ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്ന, എല്ലാം നന്നായിട്ട് പറഞ്ഞു തരുന്ന ലാബ് സ്റ്റാഫുകളാണ്. ഇപ്പോൾ ഒരു എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ലാബിൽ ചെന്ന് ചെയ്യാനാണെങ്കിൽ പോലും അവരെപ്പോഴും നമ്മുടെ കൂടെ ചെന്ന് നിന്ന് നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ലാബ് സ്റ്റാഫുകളാണ്. നമ്മുടെ പ്ലേസ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ 31 LPA ആയിരുന്നു ഹയസ്റ്റ് പാക്കേജ്. അത് വിസയിലാണ് പ്ലേസ്ഡ് ആയത്. അപ്പോൾ അത് CSൽ നിന്നാണ് വിസയിലേക്ക് പ്ലേസ്ഡ് ആയത്. അത് അങ്ങനെ വളരെ ഉയർന്ന പ്ലേസ്മെന്റുകൾ ലഭിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റൽ കോളേജാണ് GC തൃശ്ശൂർ. വിദ്യാർത്ഥി സംഘടനകൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കോളേജാണിത്. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടു പോകുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് ഇവിടെ ഉള്ളത്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ GC വെൽ കണക്റ്റഡ് ആണ്. നമ്മുടെ ഇവിടുന്ന് എല്ലാ 15 മിനിറ്റും തൃശ്ശൂർ റൗണ്ടിലോട്ട് ബസ് ഉണ്ടായിരിക്കും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ 6 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മുടെ കോളേജ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആകെ 4 കിലോമീറ്റർ മാത്രമാണ് റൗണ്ടിൽ നിന്നുള്ളത്. ഇതൊക്കെയാണ് GEC തൃശ്ശൂരിന്റെ വിശേഷങ്ങൾ. മറ്റൊരു കോളേജിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.